ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു എന്നതാണ്. കോടതി വിധി നടപ്പാക്കുന്നതിൽ സർക്കാർ മനഃപൂർവ്വം വീഴ്ച വരുത്തിയിട്ടില്ല. പ്രശ്നം രമ്യമായി പരിഹരിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി ചർച്ചകൾ നടത്തുകയാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ആർ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഇക്കാര്യത്തിൽ എന്താണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്? കോടതി വിധി ഉണ്ടെങ്കിലും അത് സമവായത്തിലൂടെ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നാണോ സർക്കാർ വിശദീകരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വീകാര്യമാവില്ലല്ലോ, അല്ലേ? വിജയകുമാർ, കഴിഞ്ഞ തവണ സുപ്രീം കോടതി ഹർജി പരിഗണിക്കുമ്പോഴാണ് നിർദ്ദേശിച്ചത് ഈ 2017 വർഗീസ് കേസിലെ വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നടപടിക്രമങ്ങൾ വിശദീകരിച്ച ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി പറഞ്ഞിരുന്നു. അതിലാണ് ഇപ്പോൾ സംസ്ഥാനം സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഈ ബലപ്രയോഗത്തിലൂടെ പള്ളികൾ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ അത് കൈമാറുക എന്നത് ഒരു അസാധ്യമായ കാര്യമാണ്. അത് പല പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ അത് രമ്യമായി പരിഹരിച്ചുകൊണ്ട് ചർച്ചകളിലൂടെ രമ്യമായി പരിഹരിച്ചുകൊണ്ട് ഇത് കൈമാറുക എന്നതാണ് സർക്കാരിന്റെ ഉദ്ദേശം എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. 43 പള്ളികളിൽ 30ഓളം പള്ളികൾ ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട്. 13 പള്ളികളിൽ ഈ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതിൽ 4 എറണാകുളത്താണ് എന്നതും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുന്നത് ഈ കോടതി വിധി നടപ്പാക്കുന്നതിൽ സർക്കാരിന് മനഃപൂർവ്വം ഒരു വീഴ്ച സർക്കാർ വരുത്തിയിട്ടില്ല. കാരണം ഇത് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചിരുന്നു. ഉദ്യോഗസ്ഥരോട് നേരിട്ട് ഹാജരാകാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ കേസ് സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഒരു ഇളവ് സുപ്രീം കോടതി നൽകിയിരുന്നു. അതിലും ചില പരാമർശങ്ങൾ സത്യവാങ്മൂലത്തിലുണ്ട്. അതായത് ഈ കോടതിയലക്ഷ്യ നടപടികളിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കണം എന്നൊരു ആവശ്യം കൂടി സത്യവാങ്മൂലത്തിൽ സംസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട്. കോടതി വിധി സമാധാനത്തിലൂടെ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ പ്രശ്നം രമ്യമായി പരിഹരിക്കുകയാണ് ലക്ഷ്യം. ചർച്ചകൾ നടത്തുകയാണ്, സമവായത്തിന്റെ വഴി തേടുകയാണ് സംസ്ഥാന സർക്കാർ എന്നൊക്കെയാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. കോടതി അക്കാര്യം പരിശോധിച്ച് ഒരു തീരുമാനമെടുക്കും. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്.